ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത 4 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2025, 2029 ആകുമ്പോഴേക്കും തീരുമെന്ന് നമ്മൾ കരുതുന്നു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2134 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന ഈ പാതയുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ ദീപക് മോഹൻ എത്തുന്നു വയനാട്ടിൽ നിന്ന്. ദീപക് മോഹൻ, ഗുഡ് മോർണിംഗ്. വയനാട്ടിലേക്ക് തുരങ്കപാത വരുന്നതിൽ ഞങ്ങൾ ആരെക്കാളും സന്തോഷം ദീപക്കിനായിരിക്കും. കാരണം ഈ താമരശ്ശേരി ചുരത്തിൽ ഏറ്റവും കൂടുതൽ കുരുങ്ങിക്കിടന്ന ഒരു ബാല്യവും കൗമാരവും ഇപ്പോൾ യൗവനവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയിൽ ദീപക്കിന് എന്ത് തോന്നുന്നു ഈ പദ്ധതി വരുമ്പോൾ? വെരി ഗുഡ് മോർണിംഗ് സുജിയ പാർവതി. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു സന്തോഷമുള്ള ദിവസമാണ്. കാരണം ഏറ്റവും അധികം വയനാട്ടുകാർ അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കോഴിക്കോട് ജില്ലയൊക്കെ ആയിട്ടുള്ള ബന്ധമാണ്. മണിക്കൂറുകൾ, അതായത് നിരവധി മണിക്കൂറുകളൊക്കെ ചുരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമൊക്കെ ഞങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുരങ്കപാത വരുമ്പോൾ വലിയ ആവേശത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് വയനാട്ടുകാർ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായൊരു മണ്ണിടിച്ചിലുണ്ടായി. വയനാട് ചുരത്തിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. 100 കിലോമീറ്ററൊക്കെ അധികം സഞ്ചരിച്ചാണ് നിരവധി യാത്രക്കാർ കുറ്റ്യാടി ചുരം വഴിയൊക്കെ കോഴിക്കോടേക്ക് പോയത്. അങ്ങനെയൊക്കെ ഒരു സാഹചര്യം കുറേ കാലമായി വയനാട്ടുകാർ അനുഭവിക്കുന്നു. ആ പ്രശ്നങ്ങൾക്കൊക്കെ ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഒരു പരിഹാരമാകും എന്നത് വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം തരുന്ന ഒന്നാണ്. മാത്രമല്ല ഈ ആശുപത്രികളിലേക്കൊക്കെ ഏറ്റവും ചികിത്സയ്ക്കൊക്കെ വേണ്ടിയൊക്കെ കോഴിക്കോടേക്കൊക്കെ പോകുന്ന ആളുകൾ നിരവധി മണിക്കൂറുകൾ ചുരത്തിൽ ചെലവഴിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുമാത്രമല്ല നിരവധി ജീവനുകൾ ചുരത്തിൽ പൊലിഞ്ഞു പോയ കഥകളും മുൻപ് സംഭവിച്ച സംഭവങ്ങളുമൊക്കെ ഞങ്ങൾക്കറിയാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വയനാട് മേപ്പാടിയിലുള്ള കള്ളാടിക്കടുത്തുള്ള, അതായത് മീനാക്ഷി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെയാണ് ഈ തുരങ്കപാതയുടെ വയനാട് ജില്ലയുടെ ഒരു ഭാഗം വരിക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ വരുന്ന വലിയ പാറ. അത് കോഴിക്കോട് വയനാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന വലിയൊരു പാറയാണ്. ആ പാറയുടെ ആ ഭാഗത്താണ് തുരങ്കത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആദ്യം ആരംഭിക്കുക. ഇന്നിപ്പോൾ ആനക്കാംപൊയിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ആരംഭിക്കുമ്പോഴും ഇവിടെ നിന്നാണ് പ്രവൃത്തി ആദ്യം തുടങ്ങുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. ഏകദേശം ഈ ഏറ്റവും, അതായത് ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ, ഇന്ത്യയിലെ 3ാമത്തെ തന്നെ നീളം കൂടിയ ഒരു തുരങ്കപാതയ്ക്കാണ് ഇവിടെ പദ്ധതിക്കായി തുടക്കമിടുന്നത്. അതിനോടൊപ്പം നിരവധി ആളുകളുണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് പോകേണ്ട ഒരാളെന്ന് പറയുന്നത് ഹമീദിക്കയാണ്. ഈ ഹമീദിക്കയുടെ കട എന്ന് പറയുന്നത് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് ആ ഭാഗത്തേക്ക് ദൃശ്യങ്ങൾ കാണിച്ച അതാണ് ഹമീദിക്കയുടെ കട. അതായത് ഈ നിർദ്ദിഷ്ട തുരങ്കപാത വരുമ്പോൾ ഹമീദിക്കയുടെ കട ആണ് ആദ്യം പൊളിച്ചു മാറ്റുക. ആ ഹമീദിക്ക വളരെ സന്തോഷത്തോടുകൂടി കട പൊളിച്ചു മാറ്റുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. കാരണം അതെന്താണ് ഹമീദിക്ക അങ്ങനെ? ഇപ്പോൾ നമ്മൾ ചെറിയൊരു തട്ടുകടയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നാട്ടിൽ ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് വരികയാണെങ്കിൽ പിന്നെ വലിയൊരു ഹോട്ടൽ തന്നെ നമുക്ക് പണിയാം. അതാണ് മാറ്റാൻ പറഞ്ഞവർ. ഒരു കുറച്ച് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പോൾ മാറ്റേണ്ടി വരില്ലേ, നമുക്ക് തന്നെ അറിയുന്നതല്ലേ. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതല്ലേ. അപ്പോൾ പിന്നെ 10-10 തീയതിൻ്റെ ശേഷം പൊളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഇതിപ്പോൾ വരുന്നത് നമ്മളിപ്പോൾ ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് കള്ളാടി എന്നാണ്. ഇപ്പോൾ ശരിക്കും ഇത് കള്ളാടിയല്ല, മീനാക്ഷി പാലത്തിൻ്റെ അടുത്താണ് വരുന്നത്. ഇപ്പോൾ ഇവിടുന്ന് കള്ളാടിയിലേക്ക് 2 കിലോമീറ്റർ ഉണ്ട്. മീനാക്ഷി നേരത്തെ കള്ളാടി വഴിയായിരുന്നു നിർദ്ദിഷ്ടം. പക്ഷേ ഇത്തവണ, അതായത് അല്പനാളുകൾക്ക് മുൻപാണ് കൊങ്കൺ റെയിൽവേ അടക്കമുള്ള ആളുകൾ അധികൃതർ അറിയിച്ചത് ഈ വഴി, അതായത് കള്ളാടിയല്ല, പകരം മീനാക്ഷിയിലൂടെയാണ് ഇവിടെ നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത്. നേരത്തെ കോഴിക്കോട് നിന്ന് മേപ്പാടിയിലേക്കുള്ള യാത്രാ സമയത്തിന് ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ ഏകദേശം 1 മണിക്കൂർ കുറവുണ്ടാകും. അതോടൊപ്പം പ്രാദേശിക വ്യാപാരത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും ഒക്കെ തുരങ്കപാത മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നോടൊപ്പം ഈ മേപ്പാടിയിലുള്ള ആളുകളുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉച്ചയോടുകൂടി ഇവരുടെ നിന്നൊരു ബസ് പിടിച്ച് എത്ര ബസ്സിൽ ആളുകൾ പോകുന്നത്? 4-5 ബസ്സോളം ഉണ്ട്. സ്വന്തം പൈസ എടുത്താണ്? അതെ, സ്വന്തമായിട്ട് പൈസ എടുത്തിട്ടാണ് പോകുന്നത്. പൈസ നമുക്കൊരു പ്രശ്നമല്ല. ഇത് ഞങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഈ ഒരു തുരങ്കപാത. ഇന്ന് ഞങ്ങൾ വളരെ ആഹ്ലാദത്തിലാണ്. ഒരുപാട് പേര് ഞങ്ങളോട് കൂടെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ചുരത്തിലെ പ്രതിസന്ധി ഞങ്ങളുടെ മുന്നിൽ ഒരു ആശങ്കയായിട്ടുണ്ട്. ചുരത്തിലൂടെ കൂടുതൽ വാഹനങ്ങൾ പോകുമ്പോൾ ഉള്ളൊരു തടസ്സമുണ്ട്. പക്ഷേ ഉള്ള വാഹനങ്ങളിൽ, സ്വകാര്യ വാഹനങ്ങളിലായിട്ട് നിരന്തരമായിട്ട് ആളുകൾ ഇന്ന് രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ഞങ്ങൾ ബസ്സാണ്, KSRTC ബസ്സാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 5 ബസ്സോളം ഉണ്ട്. ഒരു 3 ബസ്സും ഒരു 2 ട്രാവലറും അങ്ങനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. സുജി, അതായത് ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷനായി ഇവിടെ ഒരു ഉപകരണം എത്തിച്ചിട്ടുണ്ട്. അതായത് ഈ തുരങ്കത്തിന്റെ ഡിസൈൻ ഏത് രീതിയിലായിരിക്കണം എന്നത് തീരുമാനിക്കാനായി ജിയോ ടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നുള്ളൊരു ഉപകരണം എത്തിച്ചു. അതനുസരിച്ച് ഓക്കെ, അങ്ങനെ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനത്തിനായി നമ്മൾ തയ്യാറെടുക്കുകയാണ്. നമുക്ക് 4 മണിക്കായി കാത്തിരിക്കാം.